അളിയ ക്ലബിന്റെ മാനം നിന്റെ കയ്യിലാണ് അളിയാ. ഒന്ന് പോടാ. മോനെ എടാ നീ എന്ത് തോന്നിയ കാണിക്കുന്നേ? എന്റെ കൈ വന്നവിടെ കൈ പോയി അമ്മയുടെ കൈയായിരുന്നു. ഞാൻ വിചാരിച്ച റോയൽ ക്ലബിൽ പപ്പയുടെ കൈയാണ്. ഓ എപ്പ നോക്കിയാലും ഒരു ക്ലബിന്റെ വിചാരം ഇല്ലു. അല്ല വല്ല പണിക്ക് പോകാൻ പറഞ്ഞാൽ നീ കേൾക്കുവാ? എനിക്ക് വയസ്സ് എത്രയെന്നെ വിചാരം? രാത്രി കിടക്കാൻ പോകുമ്പോ എത്ര വയസ്സാണോ അത്ര. അല്ല ഒരു രാത്രി കൊണ്ട് ഒരാളുടെ വയസ്സ് കൂടും. അല്ല എപ്പോ നോക്കിയാലും എനിക്ക് തക്കുതരം പറയാനേ നേരുള്ളൂ. നീ ഇപ്പൊ ഒരു പാല് താമസിച്ചു വന്നാട്ടെ. ഈ രാത്രി സമയത്താണോ? എടാ സമയം രാത്രിയൊന്നും അല്ല, സമയം 7 മണിയാകാനായി. ഞാനിപ്പോ വെളുപ്പാൻ കാലത്താണോ സ്വപ്നം കേട്ടത്? ഈ വെളുപ്പാൻ കാലത്തിനാണ് സ്വപ്നമൊക്കെ പരിക്കിതായി നടക്കൂലേ? നടക്കും മോനെ. നിനക്കൊരു ജോലി കിട്ടി, നീ ഒരു കല്യാണം എല്ലാം കഴിച്ച് കുറച്ച് മക്കളെല്ലാം ആകുന്നത് അമ്മ ഏത് നേരവും സ്വപ്നം കാണുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നടക്കൂലടാ. പിന്നെ ഇതെല്ലാം വെറും അന്ധവിശ്വാസാണ്. നീ പോയിട്ട് പാല് പണിക്കാൻ നോക്കിയാട്ടെ. പിന്നെയും ചുരുണ്ട് കൂടി കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഞാനിപ്പം പണിയെടുത്ത് കിടന്നു വരുവേ. കുടിക്കാതൊക്കെ വെച്ച ബോറ്. മതി, നാട്ടുകാർ വേണ്ട പണിയാ. തെങ്ങിന് വേണ്ടാത്തത് അത് താഴേക്ക് ഇടുന്നു, അത് നമ്മൾ വെറുതെ ചന്തയിൽ കൊണ്ടുപോയി കാശാക്കുന്നു. അത്രേ ഉള്ളൂ. അതിനാ നാട്ടുകാർ മോഷണം എന്ന് പറയുന്നത്. ലക്ഷ്യമാണ് പ്രധാന മാർഗമല്ല. പുതിയ ജേഴ്സി അടിക്കണം. അടയ്ക്ക് നല്ല വിലയാ. പെണ്ണിന്റെ കുഞ്ചിരി കണ്ട് ലഡ് പൊട്ടിയേ, പെണ്ണിന്റെ നോക്കുടി കണ്ട് ലഡ് പൊട്ടിയേ. നല്ല സുന്ദരിയായാലൂടെ നീ എവിടെ പോവാ? ഇന്ന് PH എക്സാം ഉണ്ട്. അപ്പൊ ഏട്ടൻ കൊടുത്തില്ല? അത് LD ക്ലർക്കിന്റെ ജോലിയല്ലേ? ഡിഗ്രി കഴിഞ്ഞാൽ ഞാൻ LD ക്ലർക്കിന്റെ ജോലിക്ക് പോകാൻ എന്റെ പട്ടി പോകും. ഇങ്ങനെ ഒരു പണിക്കും പോകാത്തതിനെക്കാട്ടി നല്ലതല്ലേ ഏട്ടാ കിട്ടുന്ന ജോലിക്ക് പോകുന്നത്? ഒരു ജോലി ഇല്ലാന്ന് ആര് പറഞ്ഞു? ഞാൻ ദിവസം ക്ലബ്ബിൽ പോകുന്നുണ്ട്. ക്ലബിൽ 5ന്റെ പൈസ കിട്ടില്ലാന്ന് അറിയില്ല നിങ്ങൾക്ക്? പൈസ കിട്ടുന്ന ജോലിക്ക് പോകാമെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ലല്ലോ. നമുക്ക് ജനങ്ങളോടൊക്കെ ഒരു കടപ്പാടുണ്ട്, പ്രതിബദ്ധത. അത് ക്ലബിൽ പോകുമ്പോഴേ നടക്കൂ. ആദ്യം സ്വന്തം വീട്ടിലെ കാര്യം നോക്കാം, എന്നിട്ട് മതി നാട്ടുകാരെ കാര്യം. അത് ശരി, ഞാൻ വീട്ടിലേക്കുള്ള കാര്യം ചെയ്യുന്നില്ല അല്ലേ? അപ്പൊ ഈ പാലം ഇതേപോലെ എന്തെല്ലാം സാധനം ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് വീട്ടിലേക്ക്. അവന്റെ ഒരു ഒടുക്കത്തെ പ്രേമം. എത്രയൊക്കെ സാധനം ഉണ്ട് നിനക്ക് എന്നെ ഇരിക്കാൻ. ചേട്ടാ ഏട്ടന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നുള്ള കാര്യം ഓർമ്മയുണ്ടായാൽ മതി. എനിക്കറിയാം മോളെ. ഇത് നമ്മളെ പപ്പനല്ലേ? അതെ. ഇവനെന്തിനാ നമ്മളെ കണ്ട കൂടുന്നു? അതെന്തോ ആവട്ടെ, പവിട്ടം വാ. അവന്റെ കയ്യിൽ ചാക്കുണ്ട്. ആ ചാക്കിൽ ചിലപ്പോ കഞ്ചാവോ കള്ളപ്പണോ ആണെങ്കിലോ? ഈ നാടിന്റെ സുരക്ഷ എന്റെ കൈകളിലാണ്. അവനെ ഞാൻ വെച്ചിട്ടുണ്ട്. പവിത്രം മതം പൊട്ടി വരുന്നുണ്ട്, ഓടിക്കോ. മതം പൊട്ടി വരുന്നു, ഓടിക്കോ. ഏതാന അറിഞ്ഞേ? ഏതാണ്?
നീല പറഞ്ഞ ആന അടിച്ചു. ഓനല്ല പൗത്രനാന്നാ പറഞ്ഞേ. എടാ ചാക്കിൽ എന്നാടാ? ചാക്കിൽ തേങ്ങ. ഈ സത്യം പറടാ, ചാക്കിൽ ഇന്ന് ആ കാര്യത്തിൽ എന്നാ തേങ്ങ? നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ, നമ്മളെ നാട്ടിലും കഞ്ചാവും കുഴപ്പവും ഒക്കെ തുടങ്ങി. എന്താ പവിത്ര? ഈ ചാക്ക് തുറന്നാ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാ കാണ്. പ്രിയപ്പെട്ട നാട്ടുകാരെ, ചില പുണ്യാത്മാക്കൾ കഞ്ചാവും മയക്കുമരുന്നിനും എതിരായി പ്രവർത്തിക്കുന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന പ്രവണത ഇവരെ പോലുള്ളവർ കാഴ്ചവെക്കുകയാണ്. ഞങ്ങളുടെ റോയൽ ക്ലബും ഞങ്ങൾ ഇവിടെയുള്ളപ്പോൾ ഇതൊന്നും അനുവദിക്കില്ലെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. പ്രഖ്യാപിച്ചവരെ തുറന്നു കാണിക്കുക. ഇതിലെന്താണ്? ഇല്ല ഡയലോഗ് പറയണ്ട, തുറന്നു കാണിക്ക്. ആ തുറക്ക് തുറക്ക്. കേട്ടോ, പേടിക്കുന്നു, ചമ്പതു. ആ മുഖം നോക്ക്. കാണ്. ഇത് കഞ്ചാവൊന്നല്ല, ഇത് തേങ്ങയല്ല. സമയം കളഞ്ഞു. വാടാ പവിത്ര, ചീട്ടിടാൻ വാടാ. ഓ എന്താ സംഭവം ഞാൻ പറഞ്ഞുതരാം. രാഘവേട്ടന്റെ വീട്ടിൽ നിന്ന് തേങ്ങ അടിച്ചു മാറ്റിയതാ. ഇത് തേങ്ങ, നാളെ കഞ്ചാവ്, അതല്ലേ സത്യം? ഇത് രാഘവേട്ടനുള്ള വീട്ടിലെ തേങ്ങയല്ലടാ, ഇത് എന്റെ വീട്ടിലെയാ. അതുകൊണ്ടാണ് ഓടി. നീ കള്ളാന്ന് കരുതി എല്ലാരും കള്ളന്മാരല്ല കേട്ടോ. ഇത് റോയൽ ക്ലബാ, റോയൽ ക്ലബ്. കെറുക്കിടാ തേങ്ങയല്ല. വെറുതെ ഒരു പാക്കറ്റ് പാല് കളഞ്ഞു. ഈ തേങ്ങയുടെ പറക്കിൽ എന്തിനാ കണ്ട വഴി ഓടി വന്നത്? പാലുമായി പോയില്ലെങ്കിൽ അമ്മക്ക് ചീത്ത വെക്കും. ഈ ഒരു കാര്യം ചെയ്യ്, നല്ല കുട്ടിയല്ലേ, ഒരു 28 റുപ്യ ഞാൻ വേറൊരു പാല് വാങ്ങട്ടെ. നാടിന്റെ ഭദ്രത എവിടെയുണ്ടെന്ന് പറഞ്ഞത്? ശക്തമായി കൈകളി. പക്ഷെ പൈസ ഇല്ല. എന്താ ലക്ഷ്മി നീ ഒരു ഇഞ്ചി കടിച്ച മാതിരിയുള്ള ഭാവത്തിലിരിക്കുന്നത്? നിങ്ങളൊന്നും പറയണ്ട, നിങ്ങളെ കഥ ഞാൻ അറിഞ്ഞു. നീ എന്താ അറിഞ്ഞെന്നാ പറയുന്നേ? ഇന്ന് മോഷണ കഥ. അതാ ഓന്തൻ പവിത്രം പറഞ്ഞ കഥയല്ലേ? നിങ്ങളൊരു ക്ലബും ഈ ജന്മത്തിൽ പണിക്ക് പോകാന്ന് വിചാരിച്ചു നിൽക്കുന്ന രണ്ടെണ്ണം. നിങ്ങൾക്ക് എന്നെ പറ്റി എന്തെങ്കിലും വിചാരം ഉണ്ടോ? ഏത് നേരത്ത് കുഞ്ഞിക്കാലി എന്ന് മാത്രം. അല്ല അത് പിന്നെ പപ്പേട്ട, നിങ്ങൾ PSC ലിസ്റ്റിലുള്ള ആളാണെന്ന് ഓർക്കണം. വല്ല പോലീസ് കേസും ആയിരുന്നെങ്കിലോ നിങ്ങൾ പണിയും പോവും, നിങ്ങളെ ക്ലബും പോവും, നിങ്ങളുടെ പാട്ടിനും പോവും. ലക്ഷ്മി, ഇന്നത്തേക്ക് കൊണ്ട് ഞാൻ എല്ലാം നിർത്തി. ഉറപ്പാണോ? കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആവോ? പുതിയത് ഇത് സത്യം. എന്നാ ലക്ഷ്മി ഒരു കുഞ്ഞിക്കാല് ദേവാപ്പേട്ട, ഇപ്പൊ വേണ്ട അല്ലേ? എന്നാ വേണ്ട, പിന്നെ മതി. തലയിൽ വെളിച്ചം കുറവാണ്.